നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 1600 രൂപ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്കുള്ള ഒരു അറിയിപ്പുമായിട്ടാണ് ഇൻഫർമേഷൻ മീഡിയ വന്നിരിക്കുന്നത്. അതിനു മുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക. ഒരു തരത്തിലുള്ള രാഷ്ട്രീയ കാര്യങ്ങളും നമ്മുടെ ചാനൽ വരുന്നതല്ല. ഗവൺമെൻറ്റിന് ലഭിക്കേണ്ട സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത്. ഗവൺമെൻറ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും മാറ്റങ്ങൾ വരാം. അതുകൊണ്ട് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമായിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്തിന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. 1600 രൂപ പെൻഷൻ വാങ്ങുന്ന, ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് വരുമാന സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യൽ, അതുപോലെ തന്നെ മസ്റ്ററിങ്, ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാലും ഇനി അവർക്ക് പെൻഷൻ ലഭിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. പഞ്ചായത്തിൽ നിന്നും അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ നിന്നും വീട്ടിലേക്ക് ആൾ വരികയും നമ്മൾ താമസിക്കുന്ന വീട് 2000 സ്ക്വയർ ഫീറ്റിന് മുകളിലെ വീടായിരിക്കുക, അല്ലെങ്കിൽ താമസിക്കുന്ന വീടിൽ AC ഉണ്ടാവുക, അതുമല്ലെങ്കിൽ 1000 cc കൂടുതലുള്ള കാറുണ്ടായിരിക്കുക, കുടുംബത്തിൽ മുഴുവൻ ആൾക്കും കൂടി 1 ഏക്കറിൽ മുകളിൽ ഭൂമി ഉണ്ടാവുക, അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ടും നമ്മുടെ പെൻഷൻ തടയാം. സർക്കാരിൻ്റെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി മൂലമാണ് സർക്കാർ ഇങ്ങനെ തീരുമാനത്തിലെത്തിയിരിക്കുന്നത്. ഇലക്ഷൻ കഴിഞ്ഞാൽ അതിനുള്ള നടപടികൾ സർക്കാർ തുടങ്ങി വെക്കും. ഈ ചൂട് കാലത്ത് വീട്ടിൽ ആരെങ്കിലും ഒരാൾ AC വെക്കുകയോ അല്ലെങ്കിൽ വാഹനമുള്ള ആളുകളാകുകയോ, അതുമല്ലെങ്കിൽ കുടുംബത്തിൽ മുഴുവനായിട്ട് 1 ഏക്കറിൽ മേലെ 2 ഏക്കറിൽ മേലെ 1 ഏക്കറിൽ മേലെ ഭൂമി ഉണ്ടായിരിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അവർക്ക് പെൻഷൻ നിഷേധിക്കപ്പെടും. അതുപോലെ തന്നെയാണ് താമസിക്കുന്ന വീട്, സ്വന്തം പേരിലുള്ള താമസിക്കുന്ന വീട് 2000 സ്ക്വയർ ഫീറ്റിന് മുകളിലായിരിക്കുക എന്നുള്ളതും. സർക്കാരിന് കുറച്ചു കാലം മുമ്പ് തന്നെ ഇതിനുള്ള നിർദ്ദേശങ്ങൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഇലക്ഷൻ കഴിഞ്ഞതുവരെ സർക്കാർ ഇതൊരു മറച്ചു വയ്ക്കുകയാണ്. ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടൻ തന്നെ സർക്കാർ ഈ നിയമമായി മുമ്പോട്ട് പോവുകയും വാർഡ് മെമ്പർമാരുടെയും പഞ്ചായത്ത് ഉദ്യോഗസ്ഥരുടെയും സഹായത്താൽ സർവേ പൂർത്തിയാക്കുകയും അതിനുശേഷം വീണ്ടും ഒരു മസ്റ്ററിങ് കൂടി നടത്തിയ ശേഷം മാത്രമായിരിക്കും പുതിയ പെൻഷൻ നിരക്കുകൾ പ്രഖ്യാപിക്കുക, പുതിയ പെൻഷൻ ലിസ്റ്റ് പ്രഖ്യാപിക്കുക. അതിനു മുമ്പായി കൊടുത്തു തീർക്കാനുള്ള ഏകദേശം 8 മാസത്തോളം രൂപ പെൻഷൻ കൊടുക്കാനുണ്ട്. അത് കൊടുത്തു തീർക്കുകയും അതിനുശേഷം മാത്രമായിരിക്കും ഇങ്ങനെയൊരു തീരുമാനത്തിൽ സർക്കാർ എത്തുകയും ചെയ്യുക. ഏതായാലും വരും ദിവസങ്ങളിൽ തന്നെ, ഇലക്ഷൻ കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ നടപടികളുമായി സർക്കാർ മുമ്പോട്ട് പോകുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചത്. ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.